ശ്രീ ആർ വി ബാബു 100% സാക്ഷരതയുള്ള കേരളത്തിൽ നിന്ന് ഹൈന്ദവർ കുംഭമേളയ്ക്ക് പോയി സ്നാനം നടത്തിയത്, ഹൈന്ദവർ മാത്രമല്ല പോയത്, പല മതവിഭാഗങ്ങളിൽപ്പെട്ടവർ പോയിട്ടുണ്ട്, സ്നാനം നടത്തിയത് കേരളത്തിൻ്റെ അന്തസ്സിന് നിരക്കാത്തതാണ് എന്നാണ് ഈ അവതാരക പറയാൻ ശ്രമിച്ചത്. മാത്രമല്ല CPM ഭരിക്കുന്ന കേരളത്തിൽ നിന്ന് ഇത്രയും പേരും പോയല്ലോ, അതിന് ഉപോത്ബലകമായിട്ട് ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവരിങ്ങനെ വിളിച്ചു പറയുകയാണ്, CPMകാരെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതാ നിങ്ങളുടെ കാലിനടിയിലെ മണ്ണിത ഒലിച്ച് പോവുകയാണ്, BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഇവിടെ സംജാതമാവുന്നു. മാത്രമല്ല ഇന്ത്യ ടുഡേ നടത്തിയ ഒരു സർവേ, അതിൽ ഉള്ള ചില കാര്യങ്ങളും കൂടി അവർ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുന്നുണ്ട്. എന്തും നടത്തിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, പക്ഷേ ഈ കുംഭമേളയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സാക്ഷരരായിട്ടുള്ള മലയാളികൾ പങ്കെടുത്തത് മഹാ അപരാധമാണെന്ന് ഈ ഒരു അവതാരക പറയുമ്പോൾ അത് അവരുടെ അഭിപ്രായമായിട്ട് മാത്രമാണോ കാണേണ്ടത്? അതിന് പിന്നിൽ ചില ശക്തികളൊക്കെ ഇല്ലേ? അല്ല, തീർച്ചയായും അനിൽ നമ്പ്യാർ, ഇത് ഏഷ്യാനെറ്റിലെ സൂര്യ സിന്ധുകുമാറിൻ്റെ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ആ മാധ്യമങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന ആളുകൾ, അതിലെ പ്രവർത്തകരെന്ന് പറയുന്നവർ അവർ ആൻറ്റി ഹിന്ദു ആണ്, അവർ ലെഫ്റ്റ് ലിബറലാണ്, അവർ അർബൻ നെക്സൽസാണ്, സർവോപരി അവർ ഹിന്ദു വിരുദ്ധരാണ്, രാഷ്ട്രവിരുദ്ധരാണ്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അവർ ഒറ്റക്കെട്ടായിട്ട്, അതായത് ഈ പറയുന്ന സോക്കോൾഡ് നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് മെയിൻ സ്ട്രീം മാധ്യമങ്ങളെന്ന് പറയപ്പെടുന്ന മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകരൊക്കെ അവർ ഹിന്ദു വിശ്വാസങ്ങളെ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൻ്റെ സങ്കല്പങ്ങളെയും അതേപോലുള്ള, ഇപ്പോൾ നമ്മുടെ ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തിൽ അത് നേരിട്ട് നമ്മൾ കണ്ടനുഭവിച്ചവരാണ്. ഇവിടുത്തെ മാധ്യമങ്ങളുടെ നിലപാട് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയവരാണ്. ആ മാധ്യമങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള അധിക്ഷേപങ്ങളും അവഹേളനങ്ങളുമാണ് ഇവിടുത്തെ ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെ നടത്തിയത് എന്ന് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ ആൻറ്റി ഹിന്ദു ആണ്, അവർ ലെഫ്റ്റ് ലിബറലാണ്, അവർ അർബൻ നെക്സൽസ് ആണ്. മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ ചാനലിലെ ചില ആളുകളുടെ അജണ്ടക്കനുസരിച്ച് പോലുമാണ് പല മാധ്യമങ്ങളുടെയും ചർച്ചാ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലും. അവർ തയ്യാറാക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ കേരളം ഒരുപാട് കണ്ടുവന്നതാണ്. ഇവിടെ ശ്രീമാൻ സേനാപതി വേണു കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് ഈ കുംഭമേളയെക്കുറിച്ച് ഇങ്ങനെ പറയാനേ പറ്റൂ. കാരണം അദ്ദേഹത്തിൻ്റെ നേതാവ് മല്ലികാർജുന ഖാർഗെ കുംഭമേളയെക്കുറിച്ച് പറഞ്ഞത് എന്താണ് എന്ന് നമ്മുടെ കൺമുമ്പിലുണ്ട്. കുംഭമേള കൊണ്ട് പട്ടിണി മാറുമോ എന്ന് ചോദിച്ച് കുംഭമേളയെ അതിനിശ്ചിതമായി വിമർശിച്ച ഒരു നേതാവാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ. എന്നാൽ കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ ഈ പറയുന്ന പരാമർശങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ മല്ലികാർജുന ഖാർഗെയുടെ സ്വന്തം നാട്ടിൽ നിന്ന് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കം അദ്ദേഹത്തിൻ്റെ കുടുംബമടക്കം ഈ കുംഭമേളയിൽ പോയി തൊഴുത് പുണ്യസ്നാനം നടത്തിയത്. DK ശിവകുമാർ മാത്രമല്ല, കോൺഗ്രസിൻ്റെ വക്താവായിട്ടൊക്കെ ഇരുന്ന് ഏറെക്കാലം കോൺഗ്രസിൻ്റെ കേസുകളും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന അഭിഷേക് മനു സിംഗ്വി, അദ്ദേഹം കുംഭമേളയിൽ പോയി. അപ്പോൾ അങ്ങനെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ, കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഈ പറയുന്ന വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കുംഭമേള അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കുംഭമേളയായിരുന്നോ? പക്ഷെ കുംഭമേള നമുക്കറിയാം, ലോകത്ത് ഒരു നാട്ടിലും ഇതുവരെ കാണാത്ത രീതിയിൽ കോടിക്കണക്കിന് ആളുകൾ, 65-66 കോടി ആളുകൾ ഒന്നിനും വേണ്ടിയല്ല, ആ ത്രിവേണി സംഗമത്തിൽ വന്ന് ഒന്ന് പുണ്യ സ്നാനം നടത്താൻ വന്ന ആളുകളാണ്. അവരവിടെ വന്നിട്ട് വേറെ തൊഴാൻ വേറെ ഒന്നും ഒരു സ്ഥലമില്ല. അവരുടെ ലക്ഷ്യം ഈ ത്രിവേണി സംഗമത്തിൽ ഈ ഗംഗാ സമതലത്തിൽ വന്ന് തൊഴുത് മടങ്ങിപ്പോകാൻ. അപ്പോൾ അങ്ങനെ വന്ന 65-66 കോടി ജനങ്ങൾ, അവരൊക്കെ വിദ്യാഭ്യാസമില്ലാത്തവരാണ്, അവരൊക്കെ വിവരം കെട്ടവരാണ് എന്ന ധ്വനിയോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ സിന്ധു സൂര്യകുമാർ സംസാരിച്ചത്. കേരളത്തിൽ നിന്നും പോയി എന്നാണ് അവരുടെ പരിതാപം. കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതിൽ സേനാപതി വേണു ഒരു കുറ്റവും കാണില്ല. കാരണം അതിൻ്റെ പിന്നിലുള്ള ചേതവികാരം എന്താണ്? അങ്ങനെ പറയുന്നതിലൂടെ കേരളത്തിൽ നിന്ന് പോയത് തെറ്റാണ്, കേരളത്തിൽ നിന്ന് പോലും കുംഭമേളയ്ക്ക് ആള് പോകുന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ അതിൽ
മതവിദ്വേഷം ഉണ്ടെങ്കിൽ കേസിന് പോകാനാണ് സേനാപതി വേണു പറഞ്ഞത്. അങ്ങനെ തോന്നുന്നുണ്ട്. സേനാപതി വേണുവിനത് തെറ്റാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ കുംഭമേളയ്ക്ക് പോകുന്നത്, അതായത് ഈ 100% ലിറ്ററസിയുള്ള നാട്ടിൽ നിന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ നിന്ന്, കോൺഗ്രസിന് ഇത്രയും സ്വാധീനമുള്ള നാട്ടിൽ നിന്ന് കുംഭമേളയിലേക്ക് ആളുകൾ പോകുന്നു. മാത്രമല്ല ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലൊക്കെ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള വർദ്ധിക്കുന്നു, അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് RSSനെ വിമർശിക്കുന്നതല്ല സർ, അത് BJP വിമർശിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. BJPയെ കുറിച്ച് സത്യത്തിൽ BJPക്കാർക്ക് സന്തോഷിക്കാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന പാർട്ടി BJP ആണ് എന്ന് സിന്ധു സൂര്യകുമാർ സമ്മതിക്കുന്നതിലൂടെ BJPക്കാർക്ക് ഒരു സന്തോഷം ഉണ്ടാക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ ആക്രമിക്കുന്നത് തന്നെയാണ് കുംഭമേള പോലുള്ള ചടങ്ങുകളിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു. അതവരെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു. ഇവിടെ അനിൽ നമ്പ്യാർ ചോദിച്ചില്ലേ, ഇത്തരത്തിലുള്ള ഹജ്ജ് തീർത്ഥാടനത്തിന് ആളുകൾ പതിവില്ലാത്ത രീതിയിൽ വർദ്ധിച്ചു വരുന്നു എന്ന ഒരു ഈ കേരള നാട്ടിൽ നിന്ന്, ഈ 100% ലിറ്ററസി ഉള്ള നാട്ടിൽ നിന്ന്, ഈ ഇടതുപക്ഷം ഭരിക്കുന്ന നാട്ടിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് ആളുകൾ പോകുന്നു എന്നതിനെ സംബന്ധിച്ചൊരു പരാമർശം നടത്തിയാൽ ആദ്യം പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് സേനാപതി വേണുവായിരിക്കും. ഈ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവിടെ ഹിന്ദുക്കളെ പറയാം, ഹിന്ദു വിശ്വാസങ്ങളെ പറയാം. അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വല്ലതിന്റെ ഭാഗം പറഞ്ഞ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസിന് വെക്കോ, നിങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനാപരമായി തെറ്റാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക എന്നാണ്. അപ്പോ ഇതിന്റെ അർത്ഥം എന്താ? മറിച്ച് ഇവിടെ നമ്മൾ ഒരുപാട് തവണ ഒരുപാട് കാര്യങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ചില നേതാക്കന്മാര്, അല്ലെങ്കിൽ BJPയുടെ നേതാക്കന്മാര്, അല്ലെങ്കിൽ സംഘപരിവാറിന്റെ നേതാക്കന്മാരൊക്കെ ഈ ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞപ്പോൾ അങ്ങനെയല്ലല്ലോ സേനാപതി വേണു കോൺഗ്രസിന്റെ നേതാക്കന്മാർ അന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണോ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത്? ഉടനെ ചാടി വീണില്ലേ? ഇസ്ലാമോഫോബിയയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്, ഇത് ഇസ്ലാമിനെതിരായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ രംഗത്ത് വന്ന് ഓർക്കുന്നില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇതൊരു വിഷയമല്ല. കാരണം നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റ് ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന അതേ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏഷ്യാനെറ്റിന്റെ ഒറ്റപ്പെട്ട ഒരു കാര്യമായിട്ടൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എന്താ കുംഭമേളയെ കുറിച്ച് അടുത്ത ആക്ഷേപം എന്താണ്? സിന്ധു സൂര്യകുമാറിന്റെ അത് PR വർക്ക് ഉണ്ടായത്, ബിസിനസ്സാണ്, PR വർക്കാണ്, ബിസിനസ്സാണ് കുംഭമേള. ഇതൊക്കെ ആക്ഷേപകരമായ പരാമർശമല്ല എന്ന് സേനാപതി വേണുവിന് തോന്നാത്തതിൽ അത്ഭുതപ്പെടുന്നില്ല. കാരണം ഇന്ന് കോൺഗ്രസ് ഈ അർബൻ നക്സലിസത്തിന്റെ പാതയിലാണ്. കോൺഗ്രസ് ഈ ലെഫ്റ്റ് ലിബറൽ എന്ന് പറയുന്ന ആ ചിന്താഗതിയുടെ പാതയിലാണ്. അവരതുകൊണ്ട് അവർക്ക് സനാതനധർമ്മത്തെ ഡെങ്കിയായിട്ടോ സനാതനധർമ്മത്തെ കൊറോണയായിട്ടോ വിമർശിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തോളത്ത് കൈയിട്ട് പ്രവർത്തിക്കാൻ ഒരു മടിയും അവർക്ക് കാണില്ല. അവർക്ക് ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾ, രാമൻ ജനിച്ചത് എവിടെയാണ് എന്ന് ചോദിക്കാൻ അവർക്കൊരു മടിയും കാണില്ല. അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ അവർക്കൊരു മടിയും കാണില്ല. കാരണം അവരിന്ന് ജീവിക്കുന്നത് ഈ ലെഫ്റ്റ് ലിബറൽ അർബൻ നക്സലിന്റെ അല്ലെങ്കിൽ സോറോസിന്റെ ഡീപ് സ്റ്റേറ്റിന്റെ ആ അജണ്ടക്കനുസരിച്ചാണ്, അവരുടെ തിട്ടൂരമനുസരിച്ചാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ ഇപ്പോൾ VD സതീശനോ അല്ലെങ്കിൽ ഇവരാരും രംഗത്ത് വരാൻ പോകുന്നില്ല. മറിച്ച് അവർ രംഗത്ത് വരും. എപ്പോഴാ? സംഘടിത മതവിഭാഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, ഒരു ക്രിസ്ത്യാനിക്കെതിരെ ഇപ്പൊ പറഞ്ഞാൽ രംഗത്ത് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ക്രിസ്ത്യാനിറ്റി ഇപ്പോൾ ന്യൂനപക്ഷമല്ല, കഴിഞ്ഞു ഏകദേശം. അങ്കമാലിയിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നല്ലോ, അങ്കമാലിയിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു, 3-4 പേർ മരണപ്പെട്ടല്ലോ. അന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോള് ചെയ്ത, അതായത് ഞാൻ ഈ പ്രതിയെയാണ് ഞാൻ ട്രോൾ ചെയ്തത്. ആ ട്രോൾ ചെയ്തതിന് എനിക്കെതിരെ കേസ് കൊടുത്തത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതിനാണ് എൻ്റെ ഫോണ് കേരള പോലീസ് കൊണ്ടുപോയത്. തൊണ്ടി മുതൽ ഇതുവഴിയാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ നോക്കൂ, എത്ര പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റു. ആ തീവ്രവാദിക്ക് വേണ്ടി ആണ് കോൺഗ്രസ് പ്രസ്ഥാനം നിലകൊണ്ടത്. അല്ല, സമസ്തയുടെ നേതാക്കന്മാർക്കെതിരെയും അതേപോലുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയ്ക്കെതിരെയൊക്കെ ആയിട്ട് ചിലർ രംഗത്ത് വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ, UDF നേതാക്കന്മാരുടെ നിലപാടെന്തായിരുന്നു? അപ്പൊ അവർക്ക് ഹിന്ദുവിനെ പറഞ്ഞാൽ പൊള്ളില്ലെന്ന്, കുംഭമേളയെ പറഞ്ഞാൽ പൊള്ളില്ല. ഇപ്പോ ലക്ഷക്കണക്കിന് ആൾക്കാർ സിന്ധു സൂര്യകുമാറിന്റെ വിഷമം കുംഭമേളയിലേക്ക് കേരളത്തിൽ നിന്ന് പോലും ഇവിടെ 100% ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താണ് സാർ?
ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷരം എഴുതാൻ അറിയാം എന്നല്ലേ ഉള്ളൂ, അല്ലാതെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് അർത്ഥമില്ലല്ലോ. 100% ലിറ്ററസി എന്ന് പറഞ്ഞാൽ 100% പേർക്ക്, 100% ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യം, അത് പോട്ടെ. 100% ലിറ്ററസി എന്ന് പറഞ്ഞാൽ 100% പേർക്ക് അക്ഷരം എഴുതാൻ അറിയാം, അക്ഷരം വായിക്കാൻ അറിയാം, ഇത്രയേ ഉള്ളൂ. വിദ്യാഭ്യാസം ഉണ്ടെന്ന് അർത്ഥമില്ല. വിദ്യാഭ്യാസം കേരളത്തിൽ കൂടി വരുമ്പോൾ ഇവിടെ നിന്ന് കുംഭമേളയ്ക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ പോകും. ആറ്റുകാൽ പൊങ്കാലയിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒഴുകിയെത്തും. വിദ്യാഭ്യാസം കയറി കൂടി വരുമ്പോഴുള്ള ഗുണമാണത്. ഈ പറയുന്ന കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കാലങ്ങളായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള നരേറ്റീവുകളിൽ നിന്നൊക്കെ അവർ മോചനം നേടും. അത് വിദ്യാഭ്യാസം കിട്ടുമ്പോഴുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് കുംഭമേളയ്ക്ക് പോവും, അയോധ്യയിലേക്ക് പോവും, കാശിയിലേക്ക് പോവും ജനങ്ങൾ. ഇതെല്ലാം ഈ ഒരു വിദ്യാഭ്യാസം കൂടി വരുന്നതിന്റെ ലക്ഷണമാണ്. അത് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കുന്ന പോലെ ഇങ്ങനെ കരഞ്ഞു തീർക്കാം. അതിനപ്പുറത്തേക്ക് കേരളം മാറി വന്നിട്ടുണ്ട്, കേരളത്തിൽ വലിയ മാറ്റമുണ്ട്. നിങ്ങളൊക്കെ ഈ പറയുന്ന മാധ്യമങ്ങളും ഈ പറയുന്ന സാംസ്കാരിക രംഗത്തെ ചില സോക്കോൾഡ് പ്രവർത്തകരും മതേതരക്കാരും ഒക്കെ എത്രയോ കാലങ്ങളായി കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നു ഈ ഒരു ആശയത്തെ, ഈ മതത്തെ, ഈ സങ്കല്പങ്ങളെയൊക്കെ തകർക്കാൻ. എവിടെ എത്തി നിൽക്കുന്നു? ഈ മതിൽക്കെട്ടുകളും ഈ കാൽച്ചങ്ങലകളും ഈ പറയുന്ന നരേറ്റീവുകളും ഒക്കെ തകർത്തുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹം, ഹിന്ദു സമാജം അവർ മുന്നേറും, യാതൊരു സംശയവും വേണ്ട. ഈ അടിമത്തത്തിന്റെ ചങ്ങലകൾ അവർ പൊട്ടിച്ചെറിയും, യാഥാർത്ഥ്യം അവർ തിരിച്ചറിയും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചാനലുകൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏകപക്ഷീയമായിട്ട് ഹിന്ദുക്കൾക്കെതിരെ ഇനിയും നടത്തിക്കൊണ്ട് പോകാം, ഏറെ മുന്നോട്ട് പോകാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിനി അത് സാധ്യമാകും എന്ന് തോന്നുന്നില്ല. ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും, ഞാൻ ഈ നാട്ടിലെ ചില മാധ്യമ പ്രവർത്തകർക്ക് തോന്നലുണ്ട്, ഞാൻ അർണബ് ഗോസ്വാമിയാണ്, ഞാൻ പ്രണോയ് റോയിയാണ്, ചില ഇപ്പോ പുളിയറക്കോണത്തെ ബർഗാദത്താണ് എന്ന് തോന്നുന്നു. ഞാൻ അത്ഭുതപ്പെടുന്നില്ല കാര്യത്തിൽ. പുളിയറക്കോണത്ത് ഒരു ബർഗാദത്തുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ആളുകൾക്കവിടെ സ്ഥിതി എവിടെയാണ്, അവരിപ്പോ എവിടെയാണെന്നുള്ളത് വേറെ കാര്യം. എവിടെ പോയി ബർഗാദത്ത്, അല്ലെങ്കിൽ എവിടെ പോയി സാഗരിക ഘോഷ്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരം ആളുകളൊക്കെ ഈ പറയുന്ന പുറത്തു നിന്ന് കുറെ പണം വാങ്ങി ആ ഫണ്ട് ഉപയോഗിച്ച് ഈ രാജ്യത്തിനെതിരെ കുറെ പ്രവർത്തിച്ച് അവരൊക്കെ ഇപ്പൊ എവിടെ എത്തി? ജനങ്ങൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടില്ല. ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ അവരുടെ പത്രപ്രവർത്തനത്തിന് എന്ത് ഇന്റഗ്രിറ്റിയാണുള്ളത്? ജനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ട പത്രപ്രവർത്തകരായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പലരും ഇപ്പോൾ പറയും ഞങ്ങൾ TV ന്യൂസ് കാണാറില്ലെന്ന്. എന്താ TV ന്യൂസ് കാണാറില്ല എന്ന് പറയാൻ കാരണം? അവർ പലരും സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്നു. എന്താ കാരണം? TV ന്യൂസ് ഇത്തരത്തിലെ ഏകപക്ഷീയമായി പക്ഷപാതപരമായി പെരുമാറുന്നു, അല്ലെങ്കിൽ വാർത്തകൾ കൊടുക്കുന്നു, അതിനെക്കുറിച്ചുള്ള അവലോകനങ്ങൾ നടത്തുന്നു എന്ന് വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ ആളുകൾ വിട്ടു പോവുകയാണ്. ഇതിൻ്റെ ഒക്കെ കാരണം ഈ പറയുന്ന വളരെ കാപട്യം നിറഞ്ഞ പക്ഷപാതപരമായ നിലപാടുകളോട് കൂടിയിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ്. അത് ഏകപക്ഷീയമായി ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത്. ശ്രീ അനിൽ നമ്പ്യാർ.